വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു എന്താ പറയുക ഞാൻ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വേറെ എന്തൊക്കെയോ കാര്യത്തിൽ ഞാൻ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിന്. അങ്ങനെ എൻഗേജ്ഡ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കിയതാട്ടോ അത്. അങ്ങനെ ഞാനിതാ രാവിലെ ഒക്കെ ആയപ്പം ജസ്റ്റ് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഇത് ഫുൾ ടൈം ഇങ്ങനെ ഡോറും ക്ലോസ് വിൻഡോസും ക്ലോസ്. അപ്പോൾ എനിക്ക് ചില ടൈമിൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യലുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര നല്ലൊരു കാറ്റൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് കുറേ നേരം ഒന്നും അങ്ങനെ വിൻഡോ ഓപ്പൺ ആക്കി ഇടാൻ പറ്റില്ല. ഒന്നാമത് ഭയങ്കര പൊടിയാണ്, ഉള്ളിലോട്ട് ഇങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് തുറക്കും, എന്നിട്ടോ ജസ്റ്റ് ഒന്ന് കാറ്റോളും, എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യൽ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് തോന്നി ഓക്കെ ഇന്ന് ജസ്റ്റ് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആവണമെന്നൊക്കെ കരുതിയിട്ടാണ് ജേർണലിങ് ചെയ്യുക എന്ന് കരുതിയത്. പക്ഷേ ഞാൻ ജേർണലിങ് പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പകുതി മുക്കാലും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നാമത് ഞാൻ പ്ലാൻ ചെയ്തത് വേറെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം കൺവേർട്ടായി. ഞാൻ വേറെ പല കാര്യത്തിലും എൻഗേജ്ഡായി. പക്ഷേ കുഴപ്പമില്ല, ബാക്കി നാളെ ചെയ്ത് തീർക്കാം എന്നൊരു മൈൻഡ് സെറ്റിലായി ഞാൻ. അങ്ങനെ ആദ്യം തന്നെ ഞാനിതാ ഈ ക്യാൻഡിൽസ് ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിൻട്രസ്റ്റ് എഫക്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അതൊന്നുമല്ല, ഒന്ന് ഷൂട്ട് ചെയ്യുകയല്ലെങ്കിലും ഞാനിപ്പോൾ ജേർണലിങ് ചെയ്യുമ്പോൾ അധികം ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെക്കലുണ്ട്. ഒന്നാമത് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ റീസെൻ്റ്ലി കേട്ടോ ഞാൻ ഭയങ്കര ക്യാൻഡിൽ ലവറായിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഷൂട്ടും ചെയ്യണമല്ലോ, അപ്പോൾ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 പാറ്റേൺ പേപ്പേഴ്സ് ആട്ടോ ഞാൻ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇന്ത്യയിൽ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് ആയാലും സ്റ്റിക്കേഴ്സ് ആയാലും ഒന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ചായിട്ടുള്ളൂ. ഒന്നാമത് ഇവിടുന്ന് എനിക്കങ്ങനെ പ്രിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള സോഴ്സ് വളരെ കുറവാണ് പറഞ്ഞാൽ നാട്ടിലൊക്കെ നമുക്ക് ഞാൻ ഫോണിൽ തന്നെ ക്യാൻവയിൽ ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്കങ്ങനെ പ്രിൻ്റ് എടുക്കാൻ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ എല്ലാത്തിനും എനിക്കങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പം പിന്നെ ഞാൻ വിചാരിക്കും ഓക്കെ, അതായത് ഞാൻ വേറെ പല ബൈക്കുമാണ് ഞാനിത് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ ഓക്കെ ആ ഒരു സോഴ്സിലോട്ട് നീങ്ങാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മാസം എന്തായാലും നാട്ടിലോട്ട് വരാനുള്ള പ്ലാനിങ്ങിലായി. ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിഷ്ടത്തിനനുസരിച്ച് പ്രിൻ്റ് എടുക്കലും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കലൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ കരുതി നിൽക്കുകയാണ്. അപ്പം ഇന്ത്യയിലുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഒന്ന് പിന്നെ വേറെ ഏതൊക്കെ കളേഴ്സൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ എനിക്ക് തോന്നി ഈ 2 കളേഴ്സ് വലിയ കുഴപ്പമില്ലാണ്ട് മാച്ചായി പോവും എന്ന് കരുതിയിട്ട് ഈ 2 കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജസ്റ്റ് സ്റ്റിക്കൊക്കെ ചെയ്ത് വന്നപ്പം എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നായിട്ട് തോന്നിയില്ല. പക്ഷേ എല്ലാത്തിലും ഒരേപോലെ ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാത്തിലും ഞാൻ 2 പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ട് ഒന്ന് നീളത്തിലും അങ്ങനെയാണ് ഞാൻ ചെയ്യലുള്ളത്. അപ്പം എല്ലാതും ഒരേപോലെ ആയപോലെ തോന്നലുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് എനിക്കെന്നെ തോന്നി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റീവ് ആക്കിയിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റപ്പോഴേ ഞാനിങ്ങനെ മനസ്സിൽ കുറേ കാര്യങ്ങളിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇത് ചെയ്ത് തീർക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കംപ്ലീറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എവിടേക്കോ വെച്ചിട്ട് അത് മൊത്തം ഡൈവേർട്ടായി പോയി. ഒന്നാമത് എനിക്ക് പെട്ടെന്ന് എന്തോ പെയിൻറ്റിങ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ അതിലോട്ട് കുറേ നീങ്ങി അങ്ങനെ ആയിട്ട് ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നും ഞാനിന്ന് ഏറെക്കുറെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ എഴുതലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റാമ്പ് ചെയ്യുക. അതായത് ഏതായാലും ഇതിവിടെ വാങ്ങി വെച്ചാണല്ലോ, എന്തെങ്കിലും ഒരു ഉപകാരം ആവണമല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതിലാകെ 2 ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ 2 അല്ല ഒരു 2-3 അതിൽ കൂടുതൽ സ്റ്റാമ്പ്സൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കും നാട്ടിൽ പോയിട്ട് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ കരുതി എടുത്ത് വെച്ചതാണ്. ഏതായാലും ഞാനിപ്പോൾ ഇത് ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടോ. പക്ഷേ ആഡംബരം കുറച്ച് കൂടിയ പോലെ തോന്നി. ആ ഒരു 3 ഒരുമാതിരി ലൈൻ പോലെ വന്നപ്പോൾ
നല്ല കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഓക്കെ, ഇന്ന് എന്തായാലും ഇത് ചെയ്യണം. പിന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവണമല്ലോ. ചില നേരം എനിക്ക് പോലും വായിക്കാൻ കിട്ടില്ല. അപ്പോൾ ഒന്ന് നോക്കിയാൽ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേനു. പിന്നെ ഈ ഒരു ഹൈലൈറ്റർ ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയിരുന്നു. പക്ഷേ ഇത് കയ്യിൽ തീരെ നിൽക്കാത്തൊരു തരം ഹൈലൈറ്ററാണ്. അതായത് നമുക്ക് എഴുതാനൊന്നും ഇതിനെ കൊണ്ട് അങ്ങനെ തീരെ കഴിയില്ല. പിന്നെ വേണമെങ്കിൽ എഴുതാം, ഒരു ഇതാണ്. പക്ഷേ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഈ ഒരു ഹൈലൈറ്ററിനെ കൊണ്ട് എഴുതാൻ കഴിയില്ല. ജസ്റ്റ് ഒന്നും ഇങ്ങനെ മാർക്ക് ചെയ്യാനേ ഈ ഒരു ഹൈലൈറ്ററെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാട്ടോ. അങ്ങനെ അതിനുശേഷം ഞാനിതാ ഈ ഒരു ബുക്കിൽ നിന്ന് ഒരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ഞാൻ സംഭവമില്ലേ, ഈ സ്റ്റിക്കർ ബുക്ക് ഇവിടെ നിന്ന് എടുക്കുകയേ ചെയ്തിട്ടില്ലേനോ. ഞാൻ വിചാരിക്കും ഓക്കെ ഈ നാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് വ്ളോഗ് ചെയ്യണമല്ലോ, അന്നേരം എടുക്കുക അങ്ങനെയൊക്കെ കരുതി എടുത്തു വെച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയില്ല, ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡേ ആയിരുന്നു. എന്തായാലും എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്തിനാ അങ്ങനെ എടുത്ത് വെച്ചിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ സ്റ്റിക്കേഴ്സ് വാങ്ങാമല്ലോ. ഇതെന്തായാലും ഇപ്പോൾ ഉപയോഗിക്കാം. എന്തായാലും നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് എന്തായാലും വാങ്ങാം. ഇവിടുന്ന് ഇപ്പം ഈ സ്റ്റിക്കേഴ്സ് എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങാൻ കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇതിൽ കുറേ ഗ്ലിറ്ററി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നോട് ആരോ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന് ലിങ്കൊന്നുമില്ല. അത് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ളൊരു 5 റിയാലിൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു സ്റ്റിക്കേഴ്സ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ഇതിന് ലിങ്കൊന്നും ഞാൻ പിന്നെ ചോദിച്ചവർക്കൊന്നും ഞാൻ തരാഞ്ഞത്. അങ്ങനെ ഞാൻ ഇതിൽ നിന്നൊരു അപ്പോഴും എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല വലിയ. ഓക്കെ, ഇതെന്തായാലും എടുക്കാൻ കരുതിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോഴും എനിക്ക് വലിയ സ്റ്റിക്കേഴ്സുമൊക്കെ ഒന്നും എൻ്റെ കണ്ണു പോകുന്നുണ്ടില്ല. ഞാൻ ചോദിച്ചു ഓക്കെ ചെറുത്തെടുക്കാം, ബാക്കിയൊക്കെ നീ നാട്ടിൽ പോയിട്ട് എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചെറിയൊരു സ്റ്റിക്കർ എടുത്തിട്ട് അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ അപ്പോൾ അത് ഒട്ടിച്ചതെന്നുള്ളത് എനിക്കെന്നെ അറിയില്ല. കാരണം കാണാൻ പോലും ഇല്ലേനു അത്. അത്രയും ചെറിയൊരു സ്റ്റിക്കർ എടുത്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്. ചിലർ ചോദിക്കും ഞാനിങ്ങനെ ഓക്കെ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എൻ്റെ മോൻ എന്താ ചെയ്യുന്നത്. ഞാൻ അധികം വീഡിയോസ് എടുക്കുമ്പോൾ ഓനിങ്ങനെ ഒരു ചെറിയ പെന്നും അതേപോലെ ഒരു ചെറിയ പേപ്പേഴ്സൊക്കെ ഓനിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഓൻ എന്താക്കും, അതിലിങ്ങനെ കുറേ നേരം എഴുതിയൊക്കെ ഇരിക്കും. അങ്ങനെ ഓനും ഹാപ്പി, ഞാനും ഹാപ്പി. ഓനക്ക് ഇങ്ങനെ എഴുതിയിരിക്കാനൊക്കെ കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു ടൈപ്പ് ആയതുകൊണ്ട് പെന്നെടുത്ത് കൊടുത്താൽ മതി. ഓൻ കുറേ നേരമായി ഇങ്ങനെ എഴുതി ഇരിക്കും. അപ്പം എന്താക്കുക, എനിക്കിങ്ങനെ വീഡിയോസും അതേപോലെ ഇനിയിപ്പോൾ വീഡിയോസ് നല്ല കേട്ടോ, ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ അധികം ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ ചെയ്യൽ. ഓന് പെന്നും പേപ്പറൊക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ ഓൻ അതിൽ ഹാപ്പിയാവും. അപ്പോൾ ഓൻ അവിടെ അങ്ങനെ ഇരുന്നിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ജേർണലിങ് പരിപാടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ക്യാപ്ചൂൺ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, കണ്ടാൽ അറിയാം. അപ്പം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാണ്, ഞാൻ ഉണ്ടാക്കിയ ക്യാപ്ചൂനോ കേട്ടത്. പക്ഷേ ഞാൻ വിചാരിച്ചത്ര കണ്ട് സക്സസ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലേനു. ഞാൻ ഏതോ ഒരു യൂട്യൂബിലോ റീൽസിലെന്തോ ആയിരുന്നു തോന്നുന്നു, ഞാൻ കണ്ടപ്പം എനിക്കങ്ങനെ ഉണ്ടാക്കണം തോന്നി ഞാൻ ഉണ്ടാക്കിയതിനു. ഉണ്ടാക്കി അത്ര അടിപൊളിയായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 50-50 ആയിരുന്നു. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ കോഫി പൗഡറും അതേപോലെ പഞ്ചസാരയും പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത പാലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ ഇക്കാലൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തപ്പം ആൾക്കത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഇത് അത്ര വലിയ അടിപൊളിയൊന്നും അല്ലേനോ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പൊതുവേ ഞാനത്ര ചായ കുടിക്കും, അത്രയും നല്ല ഞാൻ തീരെ ചായ കുടിക്കില്ല. പക്ഷേ ഞാൻ കോഫി നല്ലോണം കഴിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്നോട് പറഞ്ഞത് എന്തത് ക്യാപ്പിച്ചൂനാണോ, ഇത് വേറെ എന്തോ പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കുറേ കളിയാക്കി. പക്ഷേ ആ സംഭവം ഒരു ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാനിതാ ക്യാപ്പിച്ചൂൺ ഉണ്ടാക്കി. അതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ 2 ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ തിന്നു കഴിഞ്ഞു. ആ 2 ഡോണറ്റ്സിൽ നിന്നും ഒരു ഡോണറ്റ്സ് എടുത്തിട്ട് ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ ഞാൻ ഈ ഫ്രിഡ്ജിലൊന്നും വെക്കാത്തതുകൊണ്ട് അതിൻ്റെ ആ ചോക്ലേറ്റ് ഇങ്ങനെ കുറേ മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ ഈ ചോക്ലേറ്റ് ഇങ്ങനെ എൻ്റെ മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തോണ്ടി തിന്നും ചെയ്യും. അങ്ങനെ കഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ക്യാപ്പിച്ചൂനും അതേപോലെ ഡോണറ്റും വന്നിട്ട് നല്ലൊരു ബെസ്റ്റ് കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. കാരണം എന്താ പറയുക, ഈ ഡോണറ്റിന് തീരെ ഒരു തീരെ മധുരമില്ലേനു.
അപ്പം അതിലോട്ട് ഈ നല്ല മധുരമുള്ളൊരു, കാരണം ഞാൻ ഷുഗർ ഇട്ടപ്പം അത്യാവശ്യം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു ക്യാപ്പിച്ചോണത്തിൽ, അതുകൊണ്ട് ഇത് രണ്ടും കൂടി നല്ല ബാലൻസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചാടിക്കൽ പരിപാടിയും അങ്ങനത്തെ കുറച്ച് പരിപാടീസും പിന്നെ ഓന് കുറച്ച് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മോൻ്റെ ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലേനു, കാരണം ഞാൻ രാവിലെ ഇപ്പം കണ്ടില്ലേ ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഞാൻ പൊതുവെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ മോന് ജസ്റ്റ് ഒന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓനെ ഞാൻ ഇവിടെ ഇരുത്തിയിട്ടാണ് അധികം ഫുഡ് കൊടുക്കൽ. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കൂടുതലായിട്ടൊന്നും അവിടെ ക്ലീൻ ചെയ്യാനില്ലേനു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ റമദാൻ മുബാറക്കിൻ്റെ ഈ ലാന്തേൺ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. സംഭവം ഞാൻ വിചാരിച്ചു ഇത് എത്രയോ കാലമായിട്ട് ഞാനിങ്ങനെ കത്തിച്ചിട്ടൊക്കെ ഉണ്ടായിട്ട്, അങ്ങനെ ഞാൻ വിചാരിച്ച് ഇതത് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇപ്പം റമദാൻ മുബാറക്ക് എനിക്കത് അങ്ങോട്ട് ഒഴിവാക്കാനും കഴിയുന്നില്ല. പിന്നെ അവിടെ സൈഡിൽ നിന്നോട്ടേ നൽകി. അങ്ങനെ ഞാനിതാ സ്കിൻ കെയർ പരിപാടിയിലോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു ടോണർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാനിപ്പോൾ കുറച്ചായിട്ട് നാട്ടിൽ പോകാനായല്ലോ, അപ്പോൾ ഒന്ന് സ്കിൻ കെയറൊക്കെ കാര്യമായിട്ട് നോക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ലോണം സ്കിൻ കെയർ, അതായത് നല്ല പ്രോപ്പറായിട്ട് രാവിലെയും രാത്രിയും ഒക്കെ സ്കിൻ കെയർ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്ത മാസം നാട്ടിൽ പോകാനായല്ലോ. അപ്പം ഈ സാധനങ്ങളൊക്കെ കൂടി ഇനി കെട്ടി വലിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടുപോകണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി ഇതൊക്കെ ആയിട്ട് ഞാൻ നാട്ടിൽ പോകണ്ടല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ഇവിടുന്ന് ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഒന്നാമത് ഞാൻ അത്ര വലിയ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ്, പക്ഷേ എൻ്റെ ഉള്ള കംപ്ലീറ്റ് സാധനങ്ങളും അതേപോലെ ഉണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ബാക്കിയൊക്കെ അതേപോലെ ഉണ്ടാവലുണ്ട്. കാരണം തണുപ്പൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷയം വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ പിന്നെയും യൂസ് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടായിനി. പക്ഷേ ഐ എം ബാക്ക്. ഞാൻ വീണ്ടും നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ് തീർത്തിട്ട് നാട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങിലായതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചായിട്ട് രാവിലെ ആയിട്ടും രാത്രി ആയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ പ്ലാനിങ്സ് കംപ്ലീറ്റ് തകർത്ത ഒരേ ഒരു മൈൻഡ് കൺവേർട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ കുറച്ച് സംഭവങ്ങളായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ സ്കിൻ കെയർ കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കാം എന്നൊരു മൈൻഡിലായി. അങ്ങനെ ഞാൻ ഒരു A4 എടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അങ്ങനെ പിന്നെ കുറേ സമയം പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് വരയ്ക്കാൻ നിന്നപ്പോഴാണ് എൻ്റെ മോൻക്ക് ഓൻ്റേതായ കുറേ പരിപാടികൾ. അങ്ങനെ ഞാൻ അതിലും പോവും, വീണ്ടും ഞാൻ വരയ്ക്കാൻ വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ടൈം ലാഗായി. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഇന്ന് ഏതായാലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് എന്തായാലും ഇന്ന് പുറത്തുനിന്ന് വാങ്ങുക, കാരണം ഇന്ന് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തായാലും ഫുഡ് പുറത്തുനിന്നല്ല, അപ്പോൾ എനിക്ക് എൻ്റേതായ ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിലോട്ട് നീങ്ങുക, കാരണം ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇരുന്നേനി. അപ്പം ആ ഫുഡ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് തന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന്, ഒന്നാമത് വരയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ മോൻ്റെ കുറേ കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആവും. പിന്നെ ഓൻ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോൾ ഓനക്ക് ഓൻ്റേതായ കുറേ പരിപാടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ കാര്യത്തിലോട്ടൊക്കെ നീങ്ങി അങ്ങനെ ഇത് കുറേ നേരമായി. അങ്ങനെ അത് എനിക്കേറ്റ കംപ്ലീറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. ഞാൻ കുറച്ച് പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ എഴുന്നേറ്റ് പോവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും, വീണ്ടും തുടങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് ഇത് കുറേ ലാഗായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ബാക്കി പരിപാടീസൊക്കെ അവിടെ നിന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് പുറത്തു പോകാൻ നിൽക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഏതായാലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഞാൻ വിചാരിച്ച എന്തായാലും എനിക്കിനി നാളെ അങ്ങനെ കൂടുതലായിട്ട് ഇനി ഒരു പണിയുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നാളെ ചെയ്യാം. ഞാനിന്ന് പ്ലാൻ ചെയ്തതിൽ ഒരു കാര്യമായിരുന്നു എൻ്റെ മോന് മറ്റേ എന്താ പറയുക ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓയിൽ ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഗ്യാസും കിട്ടി. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വേഗം അതിലോട്ട് നിന്ന്. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോഴത്തേന് ടൈം ഏറെക്കുറെ അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇത് പിന്നെ ഇക്കാക്ക ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്ക് റൈസ് എന്താ പറയുക തീരെ അങ്ങോട്ട് സെറ്റായിട്ടില്ലേനു. അപ്പോൾ ഞാൻ കുറച്ച് തിന്നിട്ട് ബാക്കി മോനേനു ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് എനിക്ക് ചിക്കന് തീരെ ഒരുമാതിരി
തീരെ വേവാത്ത പോലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് വേഗം മോനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഓൻ ഇങ്ങനത്തെ റൈസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെറും ചോറിനേക്കാളൊക്കെ ഇഷ്ടം ഈ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ റൈസുകളാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം എന്തൊക്കെയോ മോൻ്റേതായ ഫുഡ് കൊടുക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ പുറത്തൊക്കെ പോയി എന്ന് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേന് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിന്. പിന്നെ ഞാനിന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ ദിവസം ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അതുകൊണ്ട് ജസ്റ്റ് ബ്രെഡിൽ മുട്ടയും സോസേജും വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ടോസ്റ്റ് ചെയ്തിട്ട് അതേനു ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇതന്നെയും ഞാൻ ഇക്കാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ ഞാനൊരു മിറിൻ്റൻ്റെ ഒരു ക്യാന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിറിൻ്റെയും കുടിച്ച് പിന്നെ ഇതേനും ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് വന്നിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിട്ട് കഴിഞ്ഞു പോയി. ഞാൻ ശരിക്കും വിചാരിച്ച ദിവസമായിരുന്നില്ല ഇന്ന് എന്നുള്ളത്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഞാനിങ്ങനെ ആ ഒരു ജേണൽ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എന്താ പറയുക വീഡിയോസും എല്ലാതും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.